എല്ലാവർക്കും ഓൾവേസ് സ്റ്റുഡൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ICDS സൂപ്പർവൈസർ എക്സാമിൻ്റെ 2020 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. 2 പാർട്ടായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുക. ഫസ്റ്റ് പാർട്ടിൽ ആദ്യത്തെ 50 ക്വസ്റ്റ്യൻസ് കവർ ചെയ്യും, നെക്സ്റ്റ് പാർട്ടിൽ നെക്സ്റ്റ് 50 ക്വസ്റ്റ്യൻസ് കവർ ചെയ്യും. അപ്പോൾ ഈ വർഷം 2024 ഒക്ടോബർ 22 ICDS സൂപ്പർവൈസർ എക്സാം വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് നടത്തുന്നത്. അതിലേക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഒരു എക്സാം നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി ലിമിറ്റഡ് ടൈമാണുള്ളത്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളൊന്ന് നോക്കി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഏതൊക്കെ ടോപ്പിക്കിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് പോകുന്നത് എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് 2022 ക്വസ്റ്റ്യൻസ് ആൻസേഴ്സും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത് പെല്ലഗ്ര ഈസ് കോസ്ഡ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ്. പെല്ലഗ്ര എന്ന് പറയുന്ന ഒരു ഡിസീസ് ഉണ്ട്. അത് ഏത് വിറ്റാമിൻ്റെ ഡെഫിഷ്യൻസി കാരണമാണ്? വിറ്റാമിൻ ഇവിടെ ചോദിച്ചിട്ടില്ല. ആക്ച്വലി അതൊരു വിറ്റാമിൻ്റെ ഡെഫിസിറ്റ് കാരണമാണ് ഉണ്ടാവുന്നത്. നിയാസിൻ ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ സി. നിയാസിൻ എന്ന് പറയുന്നത് B3 ആണ്. വിറ്റമിൻ B3യുടെ കുറവ് കൊണ്ടാണ് പെല്ലഗ്ര എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാവുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ RDA ഫോർ അയൺ ഫോർ ആൻ അഡൽട്ട് ഇന്ത്യൻ വിമൻ. അതായത് RDA എന്ന് പറയുന്നത് റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ് ആണ്. അത് ഒരു ഇന്ത്യൻ അഡൽട്ട് വുമൻ്റെ കേസിൽ അയണിൻ്റെ RDA എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്, 21 mg/day. 21 mg/day ആണ് RDA ഫോർ അയൺ ഫോർ ആൻ അഡൽട്ട് ഇന്ത്യൻ വിമൻ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫാറ്റി ലിവർ ഇസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ്. ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവർക്കും കാണുന്ന ഒരു കോമൺ അസുഖമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഓപ്ഷൻ എ, ക്വാഷിയോർക്കർ. ക്വാഷിയോർക്കർ എന്ന് പറയുന്നത് പ്രോട്ടീൻ്റെ ഭയങ്കരമായ കുറവാണ് ക്വാഷിയോർക്കർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു അവസ്ഥയാണ് ക്വാഷിയോർക്കർ എന്നുള്ളതുകൊണ്ട് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫാറ്റി ലിവറിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് ക്വാഷിയോർക്കർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ആക്ടിവിറ്റി ഓഫ് നിൻ. അപ്പോൾ എന്താണ് നിൻ എന്ന് അറിയണം. എന്താണ് നിൻ? നിൻ എന്നാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ എന്നാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ. അപ്പോൾ ആ ഒരു സ്ഥാപനത്തിൻ്റെ ആക്ടിവിറ്റി അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ആൻസർ വരുന്നത് സി ആണ്, സപ്ലിമെൻ്ററി ന്യൂട്രീഷൻ. സപ്ലിമെൻ്ററി ന്യൂട്രീഷൻ ആണ് നിന്നിൻ്റെ ആക്ടിവിറ്റി അല്ലാത്തത്. അപ്പോൾ എന്തൊക്കെ ആണ് നിന്നിൻ്റെ ആക്ടിവിറ്റീസിൽ വരുന്നത്? ക്ലിനിക്കൽ സ്റ്റഡീസ്, കമ്മ്യൂണിറ്റി സ്റ്റഡീസ്, ടീച്ചിങ് പ്രോഗ്രാംസ്, ഇതൊക്കെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ്റെ ആക്ടിവിറ്റിയിൽ വരുന്നതാണ്. സപ്ലിമെൻ്ററി ന്യൂട്രീഷൻ നിന്നിൻ്റെ ആക്ടിവിറ്റിയിൽ വരുന്നതല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കണ്ടീഷൻ നോട്ട് അസോസിയേറ്റഡ് വിത്ത് അൺകൺട്രോൾഡ് ഡയബറ്റിസ്. അൺകൺട്രോൾഡ് ഡയബറ്റിസുമായി അസോസിയേറ്റ് ചെയ്യാത്ത കണ്ടീഷൻ ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻസ് വരുന്നത് ലോസ് ഓഫ് ഇലക്ട്രോലൈറ്റ്, ഡീഹൈഡ്രേഷൻ, നെക്രോസിസ് ഓഫ് ലിവർ സെൽസ്, ഗ്ലൈക്കോസ്യൂറിയ എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. അൺകൺട്രോൾഡ് ഡയബറ്റീസുമായി ബന്ധമില്ലാത്തത് നെക്രോസിസ് ഓഫ് ലിവർ സെൽസ് ആണ്. നെക്രോസിസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡെത്ത് ഓഫ് ലിവർ സെൽസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു കണ്ടീഷൻ ഡയബറ്റീസിൽ ഉണ്ടാവില്ല. ലിവർ സെല്ലിൻ്റെ ഡെത്ത് അൺകൺട്രോൾഡ് ഡയബറ്റീസിനുമായി ബന്ധപ്പെട്ടതല്ല. ബാക്കി മൂന്നും, അതായത് ഇലക്ട്രോലൈറ്റ്സിൻ്റെ ലോസ്, ഡീഹൈഡ്രേഷൻ, ഗ്ലൈക്കോസ്യൂറിയ എന്നൊക്കെ പറയുന്നത് അൺകൺട്രോൾഡ് ഡയബറ്റീസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. ഈ ഗ്ലൈക്കോസ്യൂറിയ എന്ന് പറയുന്നത് നമ്മുടെ യൂറിനിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കാണുന്നതിനെയാണ്. യൂറിനിൽ ഗ്ലൂക്കോസ് പ്രസൻ്റ് ആയിരിക്കുന്ന ആ ഒരു കണ്ടീഷനാണ് ഗ്ലൈക്കോസ്യൂറിയ എന്ന് പറയുന്നത്. അപ്പോൾ അത് മൂന്നും അൺകൺട്രോൾഡ് ഡയബറ്റീസുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നതാണ്. അസോസിയേറ്റ് ചെയ്യാത്തത് നെക്രോസിസ് ഓഫ് ലിവർ സെൽസ് അഥവാ ഡെത്ത് ഓഫ് ലിവർ സെൽസ് ആണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് എഗ് ഈസ് യൂസ്ഡ് ഇൻ കുക്കറി ആസ്. അതായത് നമ്മൾ സാധാരണ കുക്കിങ്ങിൽ എഗ്ഗ് യൂസ് ചെയ്യുന്നത് എന്തായിട്ടാണെന്നോ? ഒരു എമൽസിഫയർ ആയിട്ടാണ് എഗ്ഗ് നമ്മൾ കൺസിഡർ ചെയ്യുക. എമൽസിഫയർ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ കുക്കിങ്ങിൽ ഓയിലും അതുപോലെ തന്നെ വാട്ടറും ഒരുമിച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് അത് രണ്ടും സെപ്പറേറ്റ് ചെയ്ത് നിൽക്കാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഏജൻസ് അല്ലെങ്കിൽ സബ്സ്റ്റൻസുകളാണ് എമൽസിഫയർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിളാണ് നമ്മളൊക്കെ ഇപ്പോൾ കുഴിമന്തിയുടെ ഒക്കെ കൂടെ യൂസ് ചെയ്യുന്ന മയണൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ
ഓയിൽ ചേർക്കുന്ന സമയത്ത് ഓയിലും വാട്ടറും സെപ്പറേറ്റ് ചെയ്ത് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എഗ്ഗ് അതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ എമൽസിഫയർ എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്. അപ്പോൾ കുക്കിങ്ങിൽ നമ്മൾ സാധാരണ എഗ്ഗ് യൂസ് ചെയ്യുന്നത് ഒരു എമൽസിഫയർ ആയിട്ടാണ് എന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഫുഡ് റിച്ച് ഇൻ omega-3 ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ്, നട്ട്സ്. നട്ട്സിലാണ് ഈ പറഞ്ഞതിൽ വെച്ച് 4 ഓപ്ഷൻസിൽ വെച്ച് ഏറ്റവും കൂടുതൽ omega-3 ഫാറ്റി ആസിഡ് റിച്ച് ആയിട്ടുള്ളത് നട്ട്സ് ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി. നെക്സ്റ്റ്, SNF ഓഫ് സ്റ്റാൻഡേർഡ് മിൽക്ക്. SNF എന്ന് പറഞ്ഞാൽ സോളിഡ് നോട്ട് ഫാറ്റ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ സ്റ്റാൻഡേർഡ് മിൽക്കിൽ എത്രയാണ് SNF വരിക? അതായത് ആ ഒരു ഫാറ്റിലുള്ള മിൽക്ക് ഫാറ്റും വാട്ടറും അല്ലാതെ വേറെ എന്തൊക്കെ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ എത്രത്തോളം പോർഷൻ ഓഫ് ന്യൂട്രിയൻസ് പ്രസന്റ് ആണ് എന്നുള്ളതാണ് SNF എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ന്യൂട്രിയൻ പോർഷൻ പ്രസന്റ് ഇൻ മിൽക്ക് വിച്ച് ഇസ് അതർ ദാൻ മിൽക്ക് ഫാറ്റ് ഓർ വാട്ടർ. അതായത് മിൽക്ക് ഫാറ്റും വാട്ടറും അല്ലാതെ ഒരു മിൽക്കിൽ എന്തൊക്കെ ബാക്കി ന്യൂട്രിയൻസ് പ്രസന്റ് ആണ് എന്നുള്ളതിൻ്റെ ഒരു പോർഷനാണ് SNF കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് മിൽക്കിൻ്റെ കേസിൽ NF വരുന്നത് ഓപ്ഷൻ സി ആണ്. 8.5% ആണ് സ്റ്റാൻഡേർഡ് മിൽക്കിൻ്റെ SNF വാല്യൂ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്ലൂട്ടൻ ഈസ് ഡിറൈവ്ഡ് ഫ്രം. ആൻസർ ഓപ്ഷൻ ബി വീറ്റ് ആണ്. അപ്പോൾ ഗ്ലൂട്ടൻ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു പ്രോട്ടീൻ ആണ്. വീറ്റ് പോലെയുള്ള പല സാധനങ്ങളിൽ നിന്നും ഡിറൈവ് ചെയ്തെടുക്കുന്ന ഒരു പ്രോട്ടീൻ ആണ് ഗ്ലൂട്ടൻ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും വീറ്റിൽ നിന്നാണ് നമുക്ക് ഗ്ലൂട്ടൻ ലഭിക്കുക. നെക്സ്റ്റ്, പെക്റ്റിൻസ് എന്ന് പറയുന്നത് സോല്യുബിൾ ഫൈബേഴ്സ് ആണ്. പ്രധാനമായിട്ടും ഫ്രൂട്ട്സിലൊക്കെ കാണുന്ന സോല്യുബിൾ ഫൈബേഴ്സിനെയാണ് നമ്മൾ പെക്റ്റിൻസ് എന്ന് പറയാം. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്, പെക്റ്റിൻസ് ആർ സോല്യുബിൾ ഫൈബേഴ്സ്. നെക്സ്റ്റ്, മാസ് അപ്രോച്ച് ഇൻ കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ത്രൂ. എങ്ങനെയാണ് ഒരു കമ്മ്യൂണിക്കേഷനിലെ മാസ് അപ്രോച്ച് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുക? ആൻസർ ഓപ്ഷൻ ബി ആണ്, എക്സിബിഷൻ ത്രൂ ആണ് നമുക്ക് കമ്മ്യൂണിക്കേഷനിലെ മാസ് അപ്രോച്ച് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുക. നെക്സ്റ്റ്, ആൻ ഔട്ട്ലൈൻ ഓഫ് ആക്ടിവിറ്റീസ് സോ അറേഞ്ച്ഡ് ആസ് ടു എനേബിൾ എഫിഷ്യൻറ്റ് എക്സിക്യൂഷൻ ഓഫ് എൻറ്റയർ പ്രോഗ്രാം. അതായത് ഒരു പ്രോഗ്രാമിൻ്റെ മൊത്തത്തിൽ ഒരു എഫിഷ്യൻറ്റ് എക്സിക്യൂഷൻ എനേബിൾ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഔട്ട്ലൈൻ ഓഫ് ആക്ടിവിറ്റി എന്താണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, പ്ലാൻ ഓഫ് വർക്ക്. പ്ലാൻ ഓഫ് വർക്കാണ് ഈ പറഞ്ഞ രീതിയിൽ നമുക്കൊരു പ്രോഗ്രാം എഫിഷ്യൻ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി, പ്ലാൻ ഓഫ് വർക്ക്. നെക്സ്റ്റ്, ആൻ എക്സാമ്പിൾ ഓഫ് നോൺ പ്രൊജക്റ്റഡ് വിഷ്വൽ എയ്ഡ്. ആൻസർ ഓപ്ഷൻ എ ആണ്, ഫ്ലാഷ് കാർഡ്. ഫ്ലാഷ് കാർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് മെമ്മറൈസേഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാർഡാണ് ഫ്ലാഷ് കാർഡ്. അപ്പോൾ അതൊരു നോൺ പ്രൊജക്റ്റഡ് വിഷ്വൽ എയ്ഡിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. നെക്സ്റ്റ്, നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ ഇസ് ഓർഗനൈസ്ഡ്. നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ ഓർഗനൈസ്ഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ്, മിഡ് ഡേ മീൽ സ്കീം ഫോർ സ്കൂൾ ചിൽഡ്രൻ ഏജ്ഡ് ബിറ്റ്വീൻ 6 to 11 ഇയേഴ്സ് പ്രൈമറി ക്ലാസ്സസ് മസ്റ്റ് പ്രൊവൈഡ് പെർ ഡേ. അതായത് മിഡ് ഡേ മീൽ സ്കീം വഴി സ്കൂളിലുള്ള കുട്ടികൾക്ക് 6 മുതൽ 11 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന മിഡ് ഡേ മീൽ സ്കീമിൽ നമ്മൾ മസ്റ്റായിട്ടും പ്രൊവൈഡ് ചെയ്യേണ്ടത് എത്ര കിലോ കാലറി എനർജിയും എത്ര ഗ്രാം പ്രോട്ടീനും ആണെന്നാണ് ചോദ്യം. ആൻസർ കറക്റ്റ് വരുന്നത് ഓപ്ഷൻ ബി ആണ്, 450 കിലോ കാലറീസ് ആൻഡ് 12 grams ഓഫ് പ്രോട്ടീൻ ആണ് നമ്മൾ പെർ ഡേ കുട്ടികൾക്ക് നൽകേണ്ടത്. 450 കിലോ കാലറി ആൻഡ് 12 gram ഓഫ് പ്രോട്ടീൻ. നെക്സ്റ്റ്, ദ എൻസൈം പ്രസൻറ്റ് ഇൻ സലൈവയിൽ പ്രസന്റ് ആയിട്ടുള്ള എൻസൈം ആണ് ടയലിൻ എന്ന് പറയുന്നത്. ആൻസർ ഓപ്ഷൻ എ, ടയലിൻ ആണ് സലൈവയിൽ പ്രസന്റ് ആയിട്ടുള്ള എൻസൈം. നെക്സ്റ്റ്, ദ ആക്സസറി സെക്സ് ഓർഗൻ ഇൻ മെയിൽ വരുന്നത് ഓപ്ഷൻ സി ആണ്, എപ്പിഡിഡൈമിസ്. എപ്പിഡിഡൈമിസ് ആണ് മെയിലിൽ പ്രസന്റ് ആയിട്ടുള്ള ആക്സസറി സെക്സ് ഓർഗൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദ ഓപ്പണിംഗ് ഓഫ് അയോട്ട ആൻഡ് പൾമിനറി ആർട്ടറി ഇസ് ഗാർഡഡ് ബൈ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, സെമി ലൂണാർ വാൽവ്സ്. അതായത് പൾമിനറി ആർട്ടറിനെയും അയോട്ടേൻ്റെ ഒക്കെ ഓപ്പണിങ്ങിനെ ഗാർഡ് ചെയ്ത്, അതായത് സംരക്ഷിച്ച് നിർത്തുന്നത് സെമി ലൂണാർ വാൽവുകളാണ്. ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ഫെർമെൻറ്റഡ് ഫുഡ്. ഇതിൽ ഫെർമെൻറ്റഡ് അല്ലാത്ത ഫുഡ് ഏതാണെന്ന്. അതിൽ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ചപ്പാത്തി. ബാക്കി എല്ലാവരും ഫെർമെൻറ്റ് ചെയ്ത സാധനങ്ങളിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് ബാക്കി എല്ലാ ഫുഡ് ഐറ്റംസും വരുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ്, നെയിം എ പ്രോട്ടോസോവൽ ഡിസീസ്.
പ്രോട്ടോസോവ വഴി ഉണ്ടാവുന്ന ഒരു ഡിസീസാണ് ഏതാ അമീബിക് ഡിസെൻട്രി എന്ന് പറയുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്. അമീബിക് ഡിസെൻട്രി ആണ് പ്രോട്ടോസോവൽ ഡിസീസ് ആയിട്ട് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ വരുന്നത്. നെക്സ്റ്റ് പാർട്ടിസിപ്പേറ്ററി അപ്രോച്ച് ഓഫ് ചൈൽഡ് റെയറിംഗ് വെൻ ചിൽഡ്രൻ ആർ ഹെൽപ്ഡ് ബൈ പാരൻസ് ഓർ ടീച്ചേഴ്സ് ഓൺ ടേക്കിംഗ് ഡിസിഷൻസ് അബൌട്ട് വേരിയസ് തിങ്സ്. അതായത് കുട്ടികൾക്ക് പല രീതിയിലുള്ള ഡിസിഷൻസ് എടുക്കാൻ പാരൻസ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു പാർട്ടിസിപ്പേറ്ററി അപ്രോച്ചിനെ വിളിക്കുക. ആ രീതിയിൽ നമ്മൾ കുട്ടികളെ വിളിച്ച് കുട്ടികളെ വളർത്തി പാർട്ടിസിപ്പേറ്ററി ആയിട്ട് ചെയ്യുന്ന ഒരു അപ്രോച്ചിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ഡെമോക്രാറ്റിക് പാറ്റേൺ. ഡെമോക്രാറ്റിക് പാറ്റേൺ എന്നാണ് ഈ ഒരു രീതിയിൽ നമ്മൾ കുട്ടികളെ വളർത്തുന്ന രീതിയെ സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇൻ ചിൽഡ്രൻ ഇസ് പ്രൊമോട്ടഡ് ത്രൂ. ആൻസർ ഓപ്ഷൻ സി ആണ് സ്റ്റോറി ടെല്ലിംഗ്. ആ രീതിയിൽ സ്റ്റോറികൾ പറയാൻ പഠിപ്പിച്ച് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികളുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. നെക്സ്റ്റ് ഇമ്മ്യൂണൈസേഷൻ ഗിവൺ ടു ചിൽഡ്രൻ എഗെയിൻസ്റ്റ് ട്യൂബർക്യുലോസിസ്. ട്യൂബർക്യുലോസിസ് അഥവാ TB-ക്കെതിരെ കുട്ടികൾക്ക് നൽകുന്ന ഇമ്മ്യൂണൈസേഷന്റെ പേരാണ് BCG എന്ന് പറയുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്. BCG ആണ് TB-ക്കെതിരെ നൽകുന്ന ഇമ്മ്യൂണൈസേഷൻ. നെക്സ്റ്റ് വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ റിഫ്ലെക്സ് പ്രസന്റ് അറ്റ് ദ ടൈം ഓഫ് ബർത്ത്. ബർത്തിന്റെ ടൈമിൽ ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ ഇല്ലാത്ത ഒരു റിഫ്ലെക്സ് ഇതിൽ ഏതാണ്? എയും ബിയും സിയും ബർത്തിന്റെ സമയത്ത് ഉണ്ടാകുന്ന റിഫ്ലെക്സുകളാണ് റൂട്ടിംഗ് റിഫ്ലെക്സ്, സക്കിംഗ് റിഫ്ലെക്സ്, മോറോ റിഫ്ലെക്സ്. പക്ഷെ ഇല്ലാത്തത് നീജർ റിഫ്ലെക്സ് വെൻ ടാപ്ഡ്. അതാണ് ബർത്തിന്റെ ടൈമിൽ ഇല്ലാത്തൊരു റിഫ്ലെക്സ്. നീജർ റിഫ്ലെക്സ് വെൻ ടാപ്പഡ് ആണ് ബർത്തിന്റെ സമയത്ത് ഇല്ലാത്ത റിഫ്ലെക്സ്. നെക്സ്റ്റ് physical and psychological readiness of children to enter school is necessary as it affects his personality ആണ് ആൻസർ കറക്റ്റ് വരുന്ന ഓപ്ഷൻ സി ആണ്. അതായത് ഒരു കുട്ടി സ്കൂളിൽ പോകാനായിട്ട് ഫിസിക്കലായും സൈക്കോളജിക്കലായും റെഡി ആയിരിക്കണം എന്നുള്ളത് എന്തിന് അത്യാവശ്യമാണ്? ആ കുട്ടിയുടെ പേഴ്സണാലിറ്റീനെ അത് എഫക്റ്റ് ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ ആ രീതിയിൽ രണ്ട് രീതിയിൽ ആ കുട്ടി റെഡി ആയിരിക്കണം എന്നുള്ളത് അത്യാവശ്യമാണ്. അപ്പം ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. As it affects his personality. Next, identify the sociologist who coined the term primary group. Primary group എന്ന് പറയുന്ന ടേം ആദ്യമായി കൊണ്ടുവന്ന സോഷ്യോളജിസ്റ്റ് ആരാണ്? ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്. CH കൂലെ ആണ്. അത് ചാൾസ് കൂലെയാണ് ഫുൾ നെയിം എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹമാണ് ആദ്യമായിട്ട് പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ ഒരു ടേം കൊണ്ടുവരുന്നത്. CH കൂലെ അഥവാ ചാൾസ് കൂലെ. നെക്സ്റ്റ് ഡാഷ് ഇസ് ദ മോസ്റ്റ് എസെൻഷ്യൽ ആൻഡ് ബേസിക് ടൈപ്പ് ഓഫ് സോഷ്യലൈസേഷൻ. ആൻസർ വരുന്ന ഓപ്ഷൻ സി പ്രൈമറി സോഷ്യലൈസേഷൻ. അപ്പോൾ പ്രൈമറി സോഷ്യലൈസേഷൻ ആണ് മോസ്റ്റ് എസെൻഷ്യൽ ആൻഡ് ബേസിക് ടൈപ്പ് ഓഫ് സോഷ്യലൈസേഷൻ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ജോയിൻ ടുഗെദർ ആൻഡ് വർക്കിംഗ് ടുഗെദർ ഫോർ എ കോമൺ ഗോൾ ഇസ് ജനറലി കോൾഡ്. ആൻസർ ഓപ്ഷൻ ഡി കോപ്പറേഷൻ. കോപ്പറേഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിനാണ് എന്താണ് ഒരുമിച്ച് ഒരു കോമൺ ഗോളിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ടേം കോഓപ്പറേഷൻ എന്നുള്ളതാണ്. നെക്സ്റ്റ് എമംഗ് ദ ഫോളോയിങ് വിച്ച് വൺ ഇസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ജോയിന്റ് ഫാമിലി. ജോയിന്റ് ഫാമിലിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് വായിക്കാം. കോമൺ പ്രോപ്പർട്ടി ആൻഡ് ഹോൾഡിങ്സ്, അത് ജോയിന്റ് ഫാമിലിയുടെ പ്രത്യേകതയാണ്. ലിവിങ് ഇൻ സെയിം റൂഫ് ആൻഡ് യൂസിങ് ദ സെയിം ഹെർത്ത്, അതും ജോയിന്റ് ഫാമിലിയുടെ ഫീച്ചറാണ്. കോമൺ വേർഷിപ്പ് ആൻഡ് കൈൻഡഡ് ടുഗെദർ, അതായത് എല്ലാവരും ഒരേ ദൈവത്തിനെ ആരാധിക്കുക, അത് സെയിം ആണ്, അതും ജോയിന്റ് ഫാമിലിയുടെ ഒരു ഫീച്ചറാണ്. നെക്സ്റ്റ് ഇൻഡിവിജ്വാലിറ്റി ആൻഡ് അച്ചീവ്ഡ് സ്റ്റാറ്റസ്, ഇത് എന്തല്ല ഒരു ജോയിന്റ് ഫാമിലിയുടെ ഫീച്ചർ അല്ല. ഇൻഡിവിജ്വാലിറ്റി ആൻഡ് അച്ചീവ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അതൊരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് നിൽക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് അതൊരു ജോയിന്റ് ഫാമിലിയുടെ ഫീച്ചർ അല്ല. അപ്പം ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ജോയിന്റ് ഫാമിലിയുടെ ഫീച്ചർ അല്ലാത്തത് ഇൻഡിവിജ്വാലിറ്റി ആൻഡ് അച്ചീവ്ഡ് സ്റ്റാറ്റസ് ആണ്. ഇല്ലം ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ആൻസർ ഓപ്ഷൻ എ പാട്രിയാർക്കിയൽ ജോയിന്റ് ഫാമിലി. അതായത് കേരളത്തിൽ നിലനിന്നിരുന്ന ഒരു പാട്രിയാർക്കിയൽ ജോയിന്റ് ഫാമിലി സിസ്റ്റമാണ് ഇല്ലം എന്ന് പറയുന്നത്. ആൻസർ ഓപ്ഷൻ എ. നെക്സ്റ്റ് പോസ്കോ ആക്ട് വാസ് ഇനാക്റ്റഡ് ബൈ ദ പാർലമെന്റ് ഇൻ ദ ഇയർ 2012. 2012 പോസ്കോ ആക്ട് പാർലമെന്റ് ഇനാക്ട് ചെയ്തത്. നെക്സ്റ്റ് ജെറന്റോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ഡാഷ്. ആൻസർ ഓപ്ഷൻ എ ആസ്പെക്ട്സ് ഓഫ് ഏജിങ്. ഏജിങ്ങിനെ പറ്റിയുള്ള
അതിന്റെ പല വശങ്ങളെ പറ്റിയുള്ള സ്റ്റഡീനെയാണ് ജെറന്റോളജി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വിമുക്തി ഈസ് എ കേരള ഗവൺമെന്റ് മിഷൻ ഫോർ അവയർനെസ് എഗെയിൻസ്റ്റ്. ആൻസർ ഓപ്ഷൻ സി, ഡി അഡിക്ഷൻ. ഡി അഡിക്ഷന് എതിരെ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള കേരള ഗവൺമെന്റിന്റെ പ്രോഗ്രാമാണ് വിമുക്തി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, മീനാമാട്ട ഈസ് എ ഡിസീസ് കോസ്ഡ് ബൈ ദ റിലീസ് ഓഫ് ദ കെമിക്കൽ മെർക്യുറി. അതായത് മെർക്യുറി കാരണമുള്ള വിഷബാധ മൂലമാണ് മീനാമാട്ട എന്ന് പറഞ്ഞ ഒരു ഡിസീസ് ഉണ്ടാവുന്നത്. നെക്സ്റ്റ്, ദ വെന്യൂ ഓഫ് ഫസ്റ്റ് എർത്ത് സമ്മിറ്റ് എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ ഡി ആണ്, റിയോ ഡി ജനീറോ, ബ്രസീൽ. 1992 ആദ്യത്തെ എർത്ത് സമ്മിറ്റ് ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടക്കുന്നത്. ഇയറും കൂടി നോട്ട് ചെയ്യാൻ, 1992. നെക്സ്റ്റ്, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ലോഞ്ച്ഡ് ഇൻ. ആൻസർ ഓപ്ഷൻ ബി, 1952. 1952 കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്നത്. നെക്സ്റ്റ്, നാഷണൽ കൺസ്യൂമർ ഡേയ്സ് ഒബ്സർവ്ഡ് ഓൺ. ആൻസർ ഓപ്ഷൻ എ ആണ്, ഡിസംബർ 24. ഡിസംബർ 24 നാഷണൽ കൺസ്യൂമർ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതിന്റെ 2023 പ്രമേയം അഥവാ തീം വരുന്നത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഇൻ ദ ഇറ ഓഫ് ഇ കൊമേഴ്സ് ആൻഡ് ഡിജിറ്റൽ ട്രേഡ്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. 2023 നാഷണൽ കൺസ്യൂമർ ഡേയുടെ തീം വരുന്നത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഇൻ ദ ഇറ ഓഫ് ഇ കൊമേഴ്സ് ആൻഡ് ഡിജിറ്റൽ ട്രേഡ്. അതാണ് 2023 തീം. നെക്സ്റ്റ്, നവംബർ സോഷ്യൽ ഡിസ്റ്റൻസ് ഈസ് എ ഇൻ എ സിറ്റി ഈസ് ഡ്യൂ ടു. ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്, സോഷ്യൽ ഹെട്രോജിനിറ്റി. സോഷ്യൽ ഹെട്രോജിനിറ്റി കാരണമാണ് നവംബർ സോഷ്യൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സിറ്റിയിൽ നവംബർ സോഷ്യൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ ഒരു ഫിനോമിനൻ ഉണ്ടാവാൻ കാരണം സോഷ്യൽ ഹെട്രോജിനിറ്റി ആണ്. നെക്സ്റ്റ്, ദ ഫസ്റ്റ് വുമൺ പ്രൈം മിനിസ്റ്റർ ഇൻ ദ വേൾഡ്. ആൻസർ ഓപ്ഷൻ എ ആണ്, സിരിമാവോ ഭണ്ഡാരി നായികി. അതായത് ശ്രീലങ്കൻ പ്രൈം മിനിസ്റ്റർ ആണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ വിമൺ പ്രൈം മിനിസ്റ്റർ ആണ് സിരിമാവോ ഭണ്ഡാരി നായികി. ശ്രീലങ്കൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. നെക്സ്റ്റ്, അക്കോർഡിംഗ് ടു 2011 സെൻസസ് ഫീമെയിൽ സെക്സ് റേഷ്യോ ഇൻ ഇന്ത്യ. ആൻസർ ഓപ്ഷൻ ബി ആണ്, 943. 943 ആണ് ഇന്ത്യയിലെ ഫീമെയിൽ സെക്സ് റേഷ്യോ 2011 സെൻസസ് അനുസരിച്ച്. നെക്സ്റ്റ്, നെയിം ദ സോഷ്യൽ ആക്ടിവിസ്റ്റ് ഹു ലെഡ് ദ ഹിസ്റ്റോറിക്കൽ സ്ട്രഗിൾ എഗെയിൻസ്റ്റ് MNC കൊക്കക്കോള. അതായത് മൾട്ടിനാഷണൽ കമ്പനിയായ കൊക്കക്കോളക്കെതിരെ ഹിസ്റ്റോറിക്കൽ സ്ട്രഗിൾ നടത്തിയ ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ഉണ്ട്. ആളുടെ പേര് ആൻസർ ഓപ്ഷൻ ബി ആണ്, മൈലമ്മ. നെക്സ്റ്റ്, നിർഭയ ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ. ആൻസർ ഓപ്ഷൻ സി ആണ്, April 3, 2013. 2013 April 3 നിർഭയ ആക്ട് നിലവിൽ വന്നത്. നെക്സ്റ്റ്, ദ ഫസ്റ്റ് ട്രാൻസ്ജെൻഡർ സ്കൂൾ ഇൻ ഇന്ത്യ ഹാസ് ഓപ്പൺഡ് ഇൻ. ആൻസർ ഓപ്ഷൻ ഡി, കൊച്ചി. അപ്പൊ കൊച്ചിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ സ്കൂൾ ഓപ്പൺ ആയത്. നെക്സ്റ്റ്, which among the following is not a method of primary data collection. പ്രൈമറി ഡാറ്റ കളക്ഷൻ മെത്തേഡ് അല്ലാത്തത് ആൻസർ ഓപ്ഷൻ ഡി ആണ്, കോണ്ടന്റ് അനാലിസിസ്. ബാക്കിയെല്ലാം പ്രൈമറി ഡാറ്റ കളക്ഷൻ മെത്തേഡ്സ് ആണ്. അതായത് ഒബ്സർവേഷൻ, ഇന്റർവ്യൂ, എക്സ്പെരിമെന്റേഷൻ, ഇതെല്ലാം പ്രൈമറി ഡാറ്റ കളക്ഷൻ മെത്തേഡ്സ് ആണ്. അല്ലാത്തത് കോണ്ടന്റ് അനാലിസിസ് ആണ്. നെക്സ്റ്റ്, ദ വെൽ നോൺ എത്നോളജിക്കൽ വർക്ക് റിമെമ്പേർഡ് വില്ലേജ് ഈസ് റിട്ടൺ ബൈ. ആൻസർ ഓപ്ഷൻ ബി ആണ്, MN ശ്രീനിവാസ്. MN ശ്രീനിവാസ് ആണ് റിമെമ്പേർഡ് വില്ലേജ് എന്ന് പറയുന്ന ആ ഒരു വർക്ക് എഴുതിയത്. നെക്സ്റ്റ്, ദ സ്മോൾ സ്കെയിൽ പ്രിലിമിനറി സ്റ്റഡി കണ്ടക്ടഡ് ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ദ ഫീസിബിലിറ്റി ഓഫ് ആക്ച്വൽ സ്റ്റഡി ഈസ് നോൺ എസ്. അതായത് ശരിക്കും ഉള്ള ഒരു സ്റ്റഡിയുടെ ഫീസിബിലിറ്റിയെ കുറിച്ച് മനസ്സിലാക്കാൻ നടത്തുന്ന ചെറിയ രീതിയിലുള്ള ഒരു പ്രിലിമിനറി സ്റ്റഡിക്ക് പറയുന്ന പേര് ആൻസർ ഓപ്ഷൻ ഡി ആണ്, പൈലറ്റ് സ്റ്റഡി. നെക്സ്റ്റ്, സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് വിച്ച് വെയർ ആസ്ക്ഡ് ആൻഡ് ഫിൽഡ് ബൈ ഇന്റർവ്യൂവർ ഇൻ എ ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ വിത്ത് അനദർ പേഴ്സൺ ഈസ് നോൺ എസ്. അതായത് മുഖാമുഖമുള്ള ഒരു ഇന്റർവ്യൂവില് ഇന്റർവ്യൂവർ ചോദിക്കുന്ന ആ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസും അതിനനുസരിച്ച് അദ്ദേഹം ഫില്ല് ചെയ്ത് പോകുന്ന ആ ഒരു രീതി, ആ ഇതിനെ പറയുന്നത് സ്കെഡ്യൂൾ എന്നാണ്. സ്കെഡ്യൂൾ എന്നാണ് ആ ഒരു ഇന്റർവ്യൂ രീതിനെ പറയുന്നത്. നെക്സ്റ്റ്, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ക്വാളിറ്റി ഓഫ് കേസ് സ്റ്റഡി. കേസ് സ്റ്റഡിയുടെ ക്വാളിറ്റി അല്ലാത്തത് ഓപ്ഷൻ ബി ആണ്, വെർസറ്റാലിറ്റി. വെർസറ്റാലിറ്റി ആണ് കേസ് സ്റ്റഡിയുടെ ക്വാളിറ്റി അല്ലാത്തത്. ബാക്കിയെല്ലാം, അതായത് ഇൻഡെപ്ത്,
ഇൻവെസ്റ്റിഗേഷൻ, ഹോളിസ്റ്റിക് അണ്ടർസ്റ്റാൻഡിങ്, സ്റ്റഡിയിങ് കോംപ്ലക്സ് ഫിനോമിന, ഇതെല്ലാം ഒരു കേസ് സ്റ്റഡിയുടെ ക്വാളിറ്റി ആയിട്ട് നമുക്ക് കണക്കിലാക്കാം. അപ്പോൾ ക്വാളിറ്റി അല്ലാത്തത് വെർസറ്റാലിറ്റി ആണ്. നെക്സ്റ്റ്, നെയിം ദ ഡാം ഇൻ നർമ്മദ റിവർ വിച്ച് അലിജഡ്ലി കോസിംഗ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് തൗസൻഡ്സ് ഓഫ് ട്രൈബൽ പീപ്പിൾ ഇൻ ഗുജറാത്ത്. ഗുജറാത്തിലെ ആയിരക്കണക്കിന് ആളുകളുടെ ഡിസ്പ്ലേസ്മെന്റിന് കാരണമായ ഒരു ഡാം ഉണ്ട് നർമ്മദ റിവറിൽ. അത് സർദാർ സരോവർ ഡാം ആണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ്, ഐഡന്റിഫൈ ദ നെയിം ഗിവൺ ടു ദ ട്രോപ്പിക്കൽ സൈക്ലോൺ ദാറ്റ് ഹിറ്റ് കേരള കോസ്റ്റ് ലൈൻ ഡ്യൂറിംഗ് ഡിസംബർ 2017. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഓഖി. ഓഖി ചുഴലിക്കാറ്റാണ് 2017 കേരള ഹോസ്റ്റിനെ ഹിറ്റ് ചെയ്ത സൈക്ലോൺ. നെക്സ്റ്റ്, എ സ്പെഷ്യൽ അവാർഡ് ഹാസ് ബീൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് വിച്ച് ഇസ് ഗിവൺ ഫോർ ബെസ്റ്റ് റിപ്പോർട്ടിംഗ് ഓൺ വിമൻ ഇൻ പഞ്ചായത്തി രാജ്. വാട്ട് ഇസ് ദ നെയിം ഓഫ് ദാറ്റ് അവാർഡ്? അതായത് പഞ്ചായത്തി രാജിലുള്ള വുമണിനെ കുറിച്ച് ഏറ്റവും നല്ല റിപ്പോർട്ടിങ്ങിന് കൊടുക്കുന്ന ഒരു അവാർഡ് ഉണ്ട്. അതിന്റെ പേര് സരോജിനി നായിഡു അവാർഡ് എന്നാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. ഇത് സരോജിനി നായിഡുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ നാഷണൽ വിമൻ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് സരോജിനി നായിഡുവിന്റെ ബർത്ത്ഡേയുടെ അന്നാണ്. അതായത് ഫെബ്രുവരി 13 നാഷണൽ വിമൻ ഡേ വരുന്നത്. അത് സരോജിനി നായിഡുവിന്റെ ബർത്ത്ഡേ ആണ് ആ ഒരു ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ അതുപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യനിൽ കണ്ടത് പഞ്ചായത്തി രാജിലുള്ള ഏറ്റവും വിമനെ കുറിച്ചുള്ള ബെസ്റ്റ് റിപ്പോർട്ടിങ്ങിന് നൽകുന്ന അവാർഡ് സരോജിനി നായിഡു അവാർഡാണ്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത്. ബാക്കി നെക്സ്റ്റ് 50 ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്തൊരു പാർട്ടിൽ കാണാം. അപ്പൊ എല്ലാവരും അടുത്ത പാർട്ടും കൂടി കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.